വാങ്ങിയതാണ് ഗൈസ്. കിഡ്സിന്റെ സെക്ഷൻ മോസ്റ്റ് ഫേവറേറ്റ് കുർത്തയാണ്. എല്ലാരും ചോദിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ആദ്യം വന്നപ്പോ തന്നെ എന്റെ അമ്മയാണ് ഇത് ഇടുന്നത്. എന്റെ സത്യം പറഞ്ഞ ഡ്രസ്സ് ഇങ്ങനെയൊന്നും എടുത്താൽ തീരില്ല. ഇനി ഈ ഒരു പെട്ടി നിറയെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആ ഒരു ഗ്യാങ്ങിൽ എല്ലാവരും ഇത് ഇട്ടിട്ടുണ്ട്. ഉടുപ്പ് ചെറുതായതായിരിക്കും, ഞങ്ങളിതായതായിരിക്കില്ല. ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഹോൾ ഡ്രസ് കളക്ഷൻ വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്ര ഡ്രസ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഫസ്റ്റ് തന്നെ എൻ്റെ നേരത്തെ ഒരു വൈറലായിട്ടുള്ള ഒരു 5 lakh വ്യൂസ് ഉള്ള ഒരു വീഡിയോയില് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത്. ഇതിന്റെ ലിങ്ക് ആണ് ആക്ച്വലി എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞ ഒരു 2023 ഓണത്തിന് ഞാൻ നമ്മുടെ ഇവിടുത്തെ സീമാസിന്ന് എടുത്തൊരു ഡ്രസ്സാണിത്. അന്ന് എനിക്ക് വലിയ ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ സംഭവം സ്റ്റൈൽ ചെയ്യേണ്ട രീതിക്ക് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. ഇതാണ് ആ ഒരു ഡ്രസ്സ് വന്നിട്ട്. ഫ്രണ്ടില് ഇതേ കണക്ക് കെട്ടൊക്കെ ഉണ്ട്. ഇത് അതിന്റെ ഷോളാണേ. നല്ല ത്രെഡ് മെറ്റീരിയൽ ആണ്, നല്ല സുഖമാണ്. ഇത് ഇടുമ്പോൾ നല്ല ഒതുങ്ങി കിടക്കും. സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു കുർത്തയാണ്. ഇത് ഞാൻ തുണി എടുത്ത് തയ്പ്പിച്ച ഒരു കുർത്തയാണ്. ഫുൾ സ്ലീവ് ഉള്ള ഒരു കുർത്തയാണ്. ഞാൻ ഇതിന്റെയൊക്കെ ഫോട്ടോ ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കൊടുത്തേക്കാം. ഇനി തേർഡ് വൺ വന്നിട്ട് ഈ ഒരു കുർത്തയാണ്. ഇത് സത്യം പറഞ്ഞ ഒരു 2022, 23 ആ ഒരു സമയത്ത് ഞാൻ തയ്പ്പിച്ചൊരു കുർത്തയാണ്. ഇത് വന്നിട്ട് അതിന്റെ പാൻ്റാണ്. ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എനിക്ക് തോന്നുന്നു അധികം ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ അതിന്റെ കളറൊക്കെ ജസ്റ്റ് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കുർത്ത എന്റെ മോസ്റ്റ് ഫേവറേറ്റ് കുർത്തയാണ്. ഇതും ഞാൻ അധികം ഇട്ടിട്ടില്ല. ഇത് പോകുമെന്ന് മേടിച്ച് ഞാൻ അധികം ഇട്ടിട്ടേ ഇല്ല ഈ കുർത്ത. ഇതിൽ എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്, അതേപോലെ ഒരു ചെറിയ ബാഡ് മെമ്മറി ഉണ്ട്. ഇതാണ് ഒരു വീനക്കൊക്കെ വരുന്ന ഒരു കുർത്തയാണ്. ഇത് ഓർഗാൻസ മെറ്റീരിയൽ ആണ്. ഇത് ഭയങ്കര, ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു മെറ്റീരിയൽ. എനിക്ക് തോന്നുന്നു ഇത് വന്നപ്പോൾ തന്നെ ആ കടയിൽ നിന്ന് പെട്ടെന്ന് തീർന്ന ഒരു മെറ്റീരിയൽ ആണ്. പക്ഷെ ഞാൻ ഇത് അധികം ആരും ഇതിട്ട് ഇതും കൊണ്ട് ഒരു ഡ്രസ്സ് ഞാൻ ഇട്ട് കണ്ടിട്ടില്ല. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ ഒരു കുർത്തയാണ്, ചൈനീസ് കോളറൊക്കെ വരുന്ന ഒരു കുർത്തയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്. നല്ല മെറ്റീരിയൽ ആണ്, ചൂടൊന്നും അധികം അടിക്കില്ല. ഞാൻ തയ്പ്പിച്ച ഒരു കുർത്ത തന്നെയാണ്. ബോട്ട് നെക്ക് വന്നിട്ട് തയ്പ്പിച്ച കുർത്തയാണ്. ഇത് ആ ഒരു ടൈമില് ഭയങ്കര ഒരു വൈറൽ മെറ്റീരിയലും കൊണ്ട് ഞാൻ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അറ്റത്ത് ഫ്രില്ലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ നല്ല നല്ല ഭംഗിയാണ്, നല്ല സുഖമാണ് ഇത് ഇടാനായിട്ട്. എഗൈൻ ഇതും ഒരു കുർത്ത തന്നെയാണ്. ഫുൾ ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് തയ്ച്ചിട്ട് ഇതിന്റെ ഫ്രണ്ടും ബാക്കും തെറ്റിപ്പോയി. എന്നിട്ട് ഞങ്ങൾ സെറ്റാക്കി എടുത്തൊരു കുർത്തയാണ് ഇത്. ഇത് കണ്ടില്ലേ, രണ്ടും. അതായത് ബാക്കിൽ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ വി ആണെങ്കിൽ നമുക്ക് ബാക്കിൽ വേറെ വേണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് സെപ്പറേറ്റ് കട്ട് ചെയ്യണമല്ലോ. ഇതിപ്പോ വെട്ടി വന്നപ്പോൾ രണ്ടും വി ആയിപ്പോയി. പക്ഷെ അടിപൊളി ഒരു കുർത്തയാണ്. കുറച്ചൊരു ലെങ്തിയാണ്. ഇത് അതിന്റെ പാൻ്റാണ്, ഒരു പലാസോ പാൻ്റാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് പാൻ്റ് എന്നൊക്കെ പറയാമല്ലോ. നല്ലൊരു അടിപൊളി പാൻ്റാണ്. ഈ ഒരു ലാസ്റ്റ് സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന സമയത്ത് ഞാൻ സർപ്രൈസ് ആയിട്ട് വാങ്ങിയൊരു ഇതാണ്, സാരിയും ബ്ലൗസും ആണ് ഇത്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയാണെന്ന് വെച്ചാൽ ആണ്, അന്ന് എനിക്ക് വേണ്ടി വാങ്ങിയാണെന്ന് വെച്ചാൽ ആണ്. അങ്ങനത്തെ ഒരു ഇത് വന്നിട്ട് ഒരു നമ്മുടെ വിചിത്ര സിൽക്കിന്റെ ഒരു സാരിയാണ്. അതിന്റെ ബ്ലൗസ് ഞാൻ പോത്തീസിൽ നിന്ന് എടുത്തൊരു ബ്ലൗസ് പീസാണ്. അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ ഒരു ബ്ലൗസ് പീസ് എന്ന് പറയുന്നത്. ഈ ഒരു കുർത്ത എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കുർത്തയാണ്. ഇതിന്റെ കൈ വരുന്നത് ഫ്രില്ലാണ് ആൻഡ് നെക്ക് വരുന്നത് വീനെക്കാണ്. ഒരു കിഡിലും ഒരു കുർത്ത, ഒരു സ്റ്റാൻഡേർഡ് കുർത്തയാണിത്. അതിന്റെ പാൻ്റാണ് കേട്ടോ. ഇത് അതിന്റെ പാൻ്റാണ്. ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത് ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്രണ്ടില് ഫ്രില്ല് വരുന്ന ഒരു ഇത് ബോക്സ് പ്ലീറ്റ് വരുന്ന ഒരു കുർത്തയാണ് ഇത്. ഇത് നല്ല കുർത്തയാണ്. അത്യാവശ്യം ചൂടത്തൊക്കെ ഇടാൻ നല്ല മെറ്റീരിയൽ ആണ്, നല്ല സുഖമാണ് ഇടാൻ. ഇത് ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് രാമചന്ദ്രനിൽ നിന്ന് ഞാനും എൻ്റെ ഒരു കുറച്ച് 3-4 ഫ്രണ്ട്സും കൂടെ പോയപ്പോഴത്തേക്ക് എടുക്കണോ വേണ്ടോ ആ ഒരു ഇതിൽ ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഉറപ്പിച്ചു എടുത്തേക്കാന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് എടുത്തൊരു സ്കേർട്ടാണിത്. നല്ല ഭംഗിയില്ലേ? ഞാൻ ജസ്റ്റ് ഒരു ഡാൻസ് വീഡിയോ എടുത്തപ്പോൾ മാത്രമേ ഈ ഒരു ഇത് ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അടിപൊളിയാണ്, ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയാണ്. ഇത് ഞാൻ ഒരു 2 വർഷത്തിനിടയ്ക്ക്
സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഇത് ഡ്രസ്സാണ്, മിഡി ഡ്രസ്സാണ്. ഞാനിതൊരു ടോപ്പ് ഒരു ഇതിന്റെ ലെഗിൻസിന്റെ കൂടെ ജീൻസിന്റെ കൂടെ ഒക്കെയാണ് പെയർ ചെയ്യുന്നത്. ഇതാ ഇങ്ങനെയാണ് ഇത് വരുന്നത്, ഫുൾ സ്ലീവ് ആണ്. ഈ ഒരു ഡ്രസ്സ് ഭയങ്കര കോമഡിയാണ്. ഇത് സൈസ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ? സൈസ് ആക്ച്വലി ഇതിൽ കൊടുത്തിട്ടില്ല. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ആദ്യം വന്നപ്പോൾ തന്നെ എൻ്റെ അമ്മയാണ് ഇത് ഇടുന്നത്. എൻ്റെ പോക്കറ്റൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ. അപ്പൊ അത്രയ്ക്ക് എൻ്റെ അമ്മയെ അറിയാവുന്നവർക്ക് അറിയാം. എൻ്റെ അമ്മ കുറച്ച് ആളിച്ചിട്ട് സൈസാണ്. അപ്പം അത്രയും വലുതായിരുന്നു. ഞാൻ മാക്സിമം ഓൾട്ടർ ചെയ്തിട്ടാണ് ഇട്ടത്, ഇപ്പൊ ഇട്ട് നടക്കുന്നത്. ഇത് ഞാൻ ഇട്ടിട്ട് പണ്ടാരം അടക്കിയ ഒരു ഡ്രസ്സാണ്. ആൻഡ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടും ലോക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഈ ഒരു ഫ്രോക്കാണ്. ഇത് മേടിച്ചപ്പോ എനിക്ക് ഫുൾ ആയിരുന്നു. ഇപ്പൊ ഇതെനിക്ക് ഹാഫേ ഉള്ളൂ. ഉടുപ്പ് ചെറുതായതായിരിക്കും, ഞാൻ വലുതായതായിരിക്കില്ല. ഇത് വന്നിട്ട് നമ്മുടെ ഇവിടുന്ന് ഫാസിയോന്ന്, കല്യാൺ സിൽക്സിന്റെ ഫാസിയോ ഇല്ലേ, ഫാസിയോന്ന് വാങ്ങിയൊരു ഡ്രസ്സാണ്. ഇത് മിഡി ഡ്രസ്സാണ്. നല്ലൊരു എസ്തെറ്റിക് ഡ്രസ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കണക്കൊരു നല്ല മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ്. ഇത് ട്രിവാൻഡ്രത്ത് ഞാൻ ജയലക്ഷ്മിന്ന് കിഡ്സിന്റെ സെക്ഷനിൽ നിന്ന് വാങ്ങിയതാണ് ഗൈസ്, കിഡ്സിന്റെ സെക്ഷൻ. അപ്പം ഇതെത്രയാ 11 or 12 വയസ്സുള്ള പിള്ളേരുടെ ഡ്രസ്സാണ്. സത്യം പറഞ്ഞാൽ നമുക്കതൊക്കെ സുഖമായിട്ട് പോകും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന്റെ കൈ ഫ്രില്ലാണ് വരുന്നത്. ആൻഡ് ഇത് വന്നിട്ട് ഞാൻ ഒരു ആംഗിൾ ലെഗിൻസിനോടാണ് പെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ തയ്പ്പിച്ച ഒരു ഡ്രസ്സാണ്. ചുരിദാറാണ് സാധനം. ഇതിന്റെ പാൻ്റാണ് ഇത്. ഇതിനൊരു ഷോൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പം ഇല്ല, അത് പോയി ആ ഷോള്. ഇതാണ് അതിന്റെ പാൻറ് വരുന്നത്. ഇത് ഞാൻ പുറകില് സിബൊക്കെ വെച്ച് അന്ന് കുറേ എൻ്റെ മൈൻഡിൽ ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ നോക്കി ഒരു ഇൻസ്പയർഡ് ആയിട്ട് കൊടുത്തതാണ്. പക്ഷെ ആളെ ഞാൻ പറയുന്നില്ല, ആള് കുളമാക്കി തന്നു എന്ന് പറയാലോ. സിബൊക്കെ വരുന്നതാണ്. ഞാൻ ഫ്രണ്ടിൽ ആളുടെ അടുക്ക കുറച്ച് സ്റ്റോൺ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എംബ്രോയിഡറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാവാം ആളൊന്നും ചെയ്തു തന്നില്ല. ജസ്റ്റ് എന്തോ നമ്മുടെ സാധാരണ പശ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഫെവിക്കോളും കൊണ്ടാന്ന് തോന്നുന്നു, ജസ്റ്റ് അയാൾ എനിക്ക് ഒട്ടിച്ച് തന്നത്. ഇത് വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്ന് എടുത്തൊരു ഡ്രസ്സാണ്. അത്യാവശ്യം അടിപൊളി ഡ്രസ്സാണ്. അതേ ബലൂൺ സ്ലീവ് ഒക്കെ വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആ ഒരു ഗ്യാങ്ങിൽ എല്ലാവരും ഇത് ഇട്ടിട്ടുണ്ട്. അത്രയ്ക്കും അടിപൊളി ഒരു സാധനമാണ്. ഇവിടെ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ഒക്കെ ഉണ്ട്, അതുകൊണ്ടൊരു പ്രശ്നവും ഇല്ല. ഇത് ട്രിവാൻഡ്രത്ത് സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇത് നല്ലൊരു ഷർട്ടാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. മീഷോയിൽ നിന്ന് എടുത്തൊരു സ്കേർട്ടാണ്, മിഡി സ്കേർട്ടാണ്. നല്ല അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്കേർട്ടാണ്. ആൻഡ് ഇത് വന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത ഫ്ലിപ്കാർട്ടാണോ ആമസോണാണോ എന്ന് ഓർക്കുന്നില്ല, അതിൽ നിന്ന് എടുത്തൊരു ടോപ്പാണ്. ഒരു ട്യൂണിക്കാണിത്. നല്ല ഭംഗിയാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സാധനം. ഇത് ഞാൻ എന്നൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടോ അന്നൊന്നും എനിക്കൊരു ഡാർക്കൻ ആയിട്ട് നമുക്ക് ചില ഡ്രസ്സ് ഇടുമ്പോൾ ഫീൽ ചെയ്യത്തില്ലേ, അതെനിക്ക് ഇത് ഇടുമ്പോൾ തോന്നിയിട്ടില്ല. പിന്നെ നല്ല മെറ്റീരിയലാണ്, കുറെ വട്ടം ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു കേട് സംഭവിച്ചിട്ടില്ല. ഇത് വന്നിട്ട് ഇതിന്റെ കൂട്ടത്തിൽ ആക്ച്വലി ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് സ്ലീവ്ലെസ് ആണ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. അതിപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് അത്യാവശ്യം വർഷമായി, അതുകൊണ്ട് അതിപ്പോ കാണുന്നില്ല. ഒരു പോളിസ്റ്റർ മെറ്റീരിയലിന് തന്നെ ഒരു ജാക്കറ്റ് ആയിരുന്നു. ഇതിനിപ്പോ എന്തിന്റെങ്കിലും കൂടെ സെറ്റ് ആക്കി ഒന്ന് പെയർ ചെയ്ത് ഇടണം. എനിക്ക് കൂടുതലും ഉള്ളത് ജീൻസിന്റെ ടോപ്പാണ്. ഞാൻ ടീഷർട്ടും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഞാനും എന്റെ ചേട്ടനും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ ഇടാറുണ്ട്. ഫസ്റ്റ് എന്താ ഈ ഒരു ടീഷർട്ട് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ്. 199 ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ. അതിന്റെ സെയിം പാറ്റേണിൽ വരുന്ന 2 ടീഷർട്ടും കൂടാണ് ഇത്. ഇതിന്റെ കൂടാതെ എനിക്ക് ബ്ലാക്കും വൈറ്റും ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാം അലക്കാൻ കിടക്കുന്നതുകൊണ്ട് ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബ്ലാക്ക് എൻ്റെ കയ്യിലില്ല, വേറെ ഫ്രണ്ടിൻ്റെയിലാണ്. പിന്നെ എനിക്കിപ്പോൾ ഡെയിലി ക്ലാസ് ഉള്ളത് കൊണ്ട് നിങ്ങളെ എല്ലാ ഡ്രസ്സും ഒന്നും കാണിക്കാൻ പറ്റില്ല. എല്ലാ ഡ്രസ്സും ഉൾപ്പെടുത്തി വീഡിയോ ഇടുന്ന കാര്യമേ ചിന്തിക്കാൻ പറ്റില്ല. ഡെയിലി ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് മാറി മാറി യൂസ് ചെയ്യേണ്ടി വരുമല്ലോ. ഇത് ഞാൻ രാമചന്ദ്രനിൽ നിന്ന് തന്നെ വാങ്ങിയ ഒരു എന്താ പറയുക ടീഷർട്ടാണ്. നല്ല ടീഷർട്ടാണ്, അടിപൊളിയാണ്. ഭയങ്കര ഇട്ട് കഴിയുമ്പോൾ എനിക്കിത് മേടിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. ഇത് ഇങ്ങനത്തെ മെറ്റീരിയൽ സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് നമുക്ക് ടൈറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമേ സ്മോൾ മേടിച്ചിട്ട് എനിക്കൊക്കെ എക്സ്ട്രാ സ്മോൾ മതി. എന്നിട്ട് ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, മീഡിയം പോയി വാങ്ങി. മീഡിയം വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് വണ്ണം തോന്നിക്കാൻ. അതേപോലെ തന്നെ ഇത് നമുക്കൊരു വൃത്തികേട് തോന്നാതെ നമുക്ക് തന്നെ ഒരു നല്ല ഫീൽ വരാൻ വേണ്ടിയിട്ടാണ്, ആ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കംഫർട്ടബിൾ ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മീഡിയം പോയി വാങ്ങിയത്. അങ്ങനത്തെ ഒരു ടീഷർട്ടാണ് ഇത്. ഇനി കുറച്ച് ജീൻസ് കണ്ടാലോ? എന്റെ കുറച്ച് ജീൻസ്
ഞാൻ എന്റെ ജീൻസ് എല്ലാം ഓൺലൈനിൽ എടുക്കാറുള്ളൂ, കാരണം എന്റെ സൈസ് ഒന്നും ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടാറില്ല. ഞാൻ ആകെപ്പാട് ഒരു വട്ടം സ്റ്റുഡിയോന്റെ ജീൻസ് എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഓൺലൈൻ ജീൻസ് ആണ്. അത്യാവശ്യം കുറെ യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ കളർ എനിക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഈ ഒരു ഗ്രേ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ആമസോണിൽ നിന്ന് എടുത്തതാണ്. എനിക്ക് സൈസ് 26 മതി, പക്ഷെ ഇത് 28 ആയതുകൊണ്ട് കുറച്ച് ലൂസാണ് എനിക്ക്. ഇത് വന്നിട്ട് നല്ലൊരു മോം ഫിറ്റ് ജീൻസ് ആണ്. ഇത് ടോക്കിയോ ടാക്കീസിന്റെ ആണ്. എനിക്ക് ആ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ കോട്ടി, എന്റെ ബാക്കിയുള്ള എല്ലാ ജീൻസും കോട്ടി തന്നെയാണ്. ആ കോട്ടിയുടെ ഒരു ഇതിൽ വരുന്നതാണ് ഈ ഒരു കോട്ടി. ഇതിന്റെ ഇത് കണ്ടില്ലേ, നല്ല സ്ട്രെച്ചബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് 28 എടുത്താലും 26 എടുത്താലും ഒരേ കണക്ക് പോകും. ഇതിപ്പോ സൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്റെ സൈസ് നോക്ക് 26 ഇവിടുത്തെ സൈസ്. ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത്. ഇതും ഞാൻ ഇതിന്റെ ഷവോടക്കവും 16 അടിയന്തരവും ആണ്ടും എല്ലാം നടത്തിയതാണ്. അമ്മാതിരി ഡീസിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വരുന്നത് എന്റെ ഫേവറേറ്റ് ജീൻസ് ആണ്. നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് ഈ ഒരു ജീൻസ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതും കോട്ടിയുടെ തന്നെയാണ്. ബാക്കിയുള്ള ആദ്യത്തെ ഒരു ജീൻസ് ആണ് ആ ഗ്രേ ജീൻസ് ഞാൻ എടുത്ത് 28 ആയതിനു ശേഷം ബാക്കി എല്ലാം ഞാൻ 26 എടുക്കാറുള്ളൂ. ഇതാ നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്, നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. ഇതിന്റെ തന്നെ ബ്ലാക്ക് ആണ് എൻ്റെ ഇനി ഉള്ളത്. പക്ഷെ ഇനിയും ഉണ്ട്. ഇതൊന്നും ഇതിൽ പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇനി ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇനി വരേണ്ടി വരും. ഈ ഒരു ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 2020 ആ ഒരു ടൈമിൽ ഓണത്തിന് തയ്പ്പിച്ചതാണ്. ഇത് ഓണത്തിന് പരിപാടിക്ക് കോളേജിൽ ഇടാൻ വാങ്ങിയതാണെങ്കിലും ഞാൻ പെട്ടെന്ന് മൈൻഡ് മാറ്റിയിട്ട് അന്ന് സാരിയാക്കി. എല്ലാവരും ഫ്രണ്ട്സ് സാരിയാന്ന് പറഞ്ഞ് ഞാൻ സാരി കൊടുത്തു. അതുകൊണ്ട് എനിക്കിത് ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്, ഇത് എൻ്റെ 7ാം ക്ലാസ്സിലെ സാധനം. എനിക്ക് ഇപ്പോഴും ഇത് പാകം. എനിക്കിപ്പോൾ 22 വയസ്സുണ്ട്. 7ാം ക്ലാസ്സിൽ എൻ്റെ സാധനം എനിക്ക് ഇപ്പോഴും പാകമാകണമെങ്കിൽ എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പുറകിൽ ഇതുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വിജിലംബിച്ച് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയില്ല. അതിൻ്റെ പാവാട ഇറക്കം പോലും എനിക്ക് കറക്റ്റാ. ഇതാണ് അതിൻ്റെ ഒരു പാവാട വരുന്നത്. എനിക്ക് ആകെ ഒരു പട്ടോടെ ഉള്ളൂ. അത് പക്ഷെ ഞാൻ കളയത്തുമില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇനി ഞാൻ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇനി വരേണ്ടി വരും. ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കുടിക്കും കേട്ടോ. അപ്പൊ ബൈ.